10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ നിങ്ങളോടാണ് +1 ഏകജാലകം വഴി ഡാറ്റ കളക്ഷൻ ഫോം ഫില്ല് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള ഒരു ചെറിയ ഒരു വിശദീകരണം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ഈ ഒരു ഏകജാലകത്തിന്റെ ഈ ബുക്ക്ലെറ്റില് ഫസ്റ്റ് ഭാഗത്തായിട്ട് എങ്ങനെ ഇത് ഫില്ല് ചെയ്യണം എന്നുള്ളതും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്കൂൾ കോഡ്, കോഴ്സ് കോമ്പിനേഷൻ കോഡ് എന്നിവ തിരഞ്ഞെടുക്കുന്നതും എങ്ങനെ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡാറ്റ ഫോമിലേക്ക് ഒന്ന് കടക്കാം. ഡാറ്റ ഫോമിൽ ആദ്യമായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യാനുള്ളത്. ആദ്യം പേര് കൊടുക്കുന്നുണ്ട്, രണ്ടാമതായിട്ട് ജെൻഡർ കൊടുക്കുന്നുണ്ട്, ആണോ പെണ്ണോ എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ജനന തീയതി കൊടുക്കുന്നുണ്ട്. അതുപോലെ രജിസ്റ്റർ നമ്പർ, SSLC എക്സാമിന് നിങ്ങൾ ഉപയോഗിച്ച രജിസ്റ്റർ നമ്പർ ഏതാണെന്ന് കൊടുക്കാനുണ്ട്. പാസ്സായ വർഷം എഴുതാനുണ്ട്. അതുപോലെ ഏത് സ്കൂളിലാണ് പഠിച്ചത്, സ്കൂളിന്റെ കോഡ് എഴുതാനുണ്ട്. പിന്നെ അതുപോലെ മതം, ജാതി, പിന്നെ അതുപോലെ OBC ആണോ OEC ആണോ എന്നുള്ളത് മെൻഷൻ ചെയ്യാനുണ്ട്. പിന്നെ പിതാവിന്റെ പേര്, മാതാവിന്റെ പേര്, സ്ഥിരമായി നിൽക്കുന്ന സ്ഥലത്തെ മേൽവിലാസം എഴുതാനുണ്ട്. പിന്നെ അതുപോലെ പിൻകോഡ് എഴുതാനുണ്ട്. 2 ഫോൺ നമ്പേഴ്സ്, വിളിച്ചാൽ കിട്ടുന്ന 2 ഫോൺ നമ്പേഴ്സ് കൊടുക്കാനുണ്ട്. പിന്നെ താലൂക്ക്, പിന്നെ പഞ്ചായത്ത്, അതുപോലെ വില്ലേജ് എന്നിവ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിന്റെ ആ ഭാഗത്ത് ആ സെക്ഷനിൽ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ തൊട്ടടിയിലായിട്ട് നിങ്ങളുടെ സ്കൂളില്, ക്ലബുകളില്, അതുപോലെ JRC, റെഡ് ക്രോസ് അങ്ങനത്തെ സംഭവങ്ങളിൽ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ടിക്ക് കറസ്പോണ്ടിങ് കോളത്തിൽ മെൻഷൻ ചെയ്യാനും ടിക്ക് കൊടുക്കാനുണ്ട്. പിന്നെ അതുപോലെ ഇനിയാണ് നമ്മളെ +1ന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ഫില്ല് ചെയ്യാനുള്ളത്. കോഴ്സ് കോഡ്, അതുപോലെ സ്കൂൾ കോഡ് എന്നിവ നൽകാനുള്ള കോളമാണ് ഈ വൈറ്റിൽ ഈ 3 എണ്ണമായിട്ട് തന്നിട്ടുള്ളത്. അത് നമ്മളുടെ സ്കൂളിന്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് സ്കൂൾ ലിസ്റ്റിൽ നിന്നും നമ്മൾ സ്കൂൾ കോഡും പിന്നെ അതുപോലെ കോഴ്സ് കോഡും തെരഞ്ഞെടുത്ത് 1 by 1 ആയിട്ട് എല്ലാ ഫീൽഡും ഫില്ല് ചെയ്യേണ്ടതുണ്ട്. VHSC ആണോ അതുപോലെ സാധാ ഹയർ സെക്കൻഡറി ആണോ എന്നുള്ളത് മെൻഷൻ ചെയ്യാനുള്ളതാണ് ലാസ്റ്റ് ഭാഗം. ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഏകജാലക പ്രോസസ്സിന്റെ ഭാഗമായി ഡാറ്റ കളക്ഷന് വേണ്ടി നമുക്ക് കൊടുക്കേണ്ടതുള്ളൂ. അതിന്റെ ഇപ്പുറത്തെ സൈഡ്, രണ്ടാമത്തെ സൈഡ് നോക്കുകയാണെങ്കിലും കുറെ അധികം സ്കൂൾ എഴുതാനുള്ള സ്ഥലം ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. തൊട്ടടിയിൽ വരുന്നത് VHSCയുടെ ഫോമാണ്. അത് ഇതുപോലെ തന്നെ സ്കൂൾ കോഡും പിന്നെ കോഴ്സ് കോഡും കോഴ്സ് കോമ്പിനേഷൻ കോഡുമാണ് എടുക്കേണ്ടത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് സയൻസ് ആണോ, പിന്നെ വിത്ത് മാത്സ്, വിത്ത് ബയോളജി, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ കൊമേഴ്സ് അങ്ങനെയുള്ള കോഡ് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം സ്കൂൾ സെലക്ട് ചെയ്യാനും കോഴ്സ് കോഡ് സെലക്ട് ചെയ്യാനും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഡാറ്റ കളക്ഷൻ ഷീറ്റ് ഫിൽ ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള പറയാനുള്ളത്.